ദേശീയപാത തകർന്ന മലപ്പുറം കൂരിയാടിലേക്കാണ് നമ്മൾ ആദ്യം. NHA നിയോഗിച്ച 3-അംഗ സംഘത്തിന്റെ പരിശോധന അവിടെ കഴിഞ്ഞിട്ടുണ്ട്. വിശദമായ പഠനം നടത്തിയതിനു ശേഷമായിരിക്കും ദേശീയപാത അതോറിറ്റിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക. അതേസമയം പരിശോധന തൃപ്തികരമല്ല എന്ന് ഇപ്പോഴും നാട്ടുകാർ പറയുകയാണ്. കരാർ കമ്പനിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിൽ അറസ്റ്റ് ചെയ്ത 12 പേരെയും ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുകയാണ്. ഇംതിയാസ്, നമ്മുടെ ദേശീയപാത നിർമ്മാണം, ഈ പാതയുടെ നിർമ്മാണം അത് വലിയ ആകാംക്ഷയോടെ തന്നെ നോക്കി നിൽക്കുന്നവരാണ് നമ്മളൊക്കെയും. പക്ഷേ എല്ലായിടങ്ങളിലും ഇങ്ങനെ പൊളിഞ്ഞു വീഴുകയാണ്. നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്യുന്നു. ആദ്യഘട്ടം മുതൽ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞതല്ലേ എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് അവർ പ്രതിഷേധിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത് കൂരിയാണ്? 3 പേരാണ് പരിശോധനയ്ക്കായി ഇവിടെ എത്തിയത്. അവർ റോഡിൻ്റെ മുകൾ ഭാഗവും അതുപോലെ തന്നെ സർവീസ് റോഡുമെല്ലാം വിശദമായി പരിശോധിക്കുകയും വിള്ളലുണ്ടായ ഭാഗങ്ങളുമെല്ലാം പരിശോധിച്ചു. അതോടൊപ്പം ഈ മണ്ണിൻ്റെ ഘടനയാണ് മറ്റൊന്ന് പരിശോധിച്ചത്. അവർ പരിശോധനയെല്ലാം പൂർത്തിയാക്കി മടങ്ങുകയും ചെയ്തു. അവർ മടങ്ങിയപ്പോൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മണ്ണുമായി ബന്ധപ്പെട്ട പ്രശ്നം തന്നെയാണ് പ്രാഥമികമായി ഇതിങ്ങനെ ഉണ്ടാവാൻ, ഇങ്ങനെ അപകടമുണ്ടാവാൻ കാരണമെന്നാണ് അവരും പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ये डिफेक्ट ही है. अभी दोनों बैठेंगे साथ और उसको स्टडी करके उसके बाद बाहर मीडिया में गलत चीज नहीं बोल सकते ना. പരിശോധനയെല്ലാം പൂർത്തിയാക്കി ഈ സംഘം മടങ്ങുമ്പോഴും നാട്ടുകാർ അവരുടെ ആശങ്കകൾ അതേപോലെ തന്നെ ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഉള്ള ഈ പോയിന്റ് അവർ വന്നു നോക്കാതെ നിർമ്മാണ കമ്പനിനെ അവരെ ഇത് ഒത്താശയോട് കൂടി കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനോട് വന്നതെന്നുള്ളതാണ് ഞങ്ങൾ സംശയിക്കുന്നത്. ഇതിന്റെ യഥാർത്ഥ വശങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ സർവീസ് പാത ഒന്ന് പരിശോധിക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ സർവീസ് പാത പരിശോധിക്കാൻ ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ജനങ്ങളുടെ കൃത്യമായ പരാതികൾ ഒന്നിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സർവീസ് റോഡ് പരിശോധിച്ചാൽ മാത്രമേ ഇതിന്റെ ഒരു അടിത്തറ ഇളകി കിടക്കുന്നോ മറ്റു കാര്യങ്ങളും ഇതിന്റെ ഭീകര ദൃശ്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കൂടുതൽ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. ഇന്ന് കരാർ കമ്പനിയിലേക്ക്, KNRCL കരാർ കമ്പനിയിലേക്ക് യൂത്ത് കോൺഗ്രസ് വലിയ പ്രതിഷേധം നടത്തി. അബിൻ വർക്കിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ 12 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ഈ കൂരിയാട്ട് തകർന്നു പോയ ദേശീയപാതയ്ക്ക് പുറമെ വിള്ളലുണ്ടായ സ്ഥലങ്ങളിലും പരിശോധന നടത്തണം. എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് കണ്ടെത്തി ഒരു പരിഹാര മാർഗത്തിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. ജസ്റ്റിൻ മാത്യുവിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.